നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളെ കണ്ടതുകൊണ്ടാണ് അമ്മ പോകുന്നേ. നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ പേടിച്ചോടി പോവാനായിട്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ ഭാര്യ അടക്കം എല്ലാവരും ഇവിടെ എന്നോട് അനുപമയ്ക്ക് വേണ്ടി വാദിക്കുക. വാദിച്ചതൊന്നും അല്ല സത്യ, അപേക്ഷിച്ചതാ. സുശീല വിചാരിച്ചാൽ ഇപ്പോ ഒരു കുടുംബം തല്ലി പിരിയാതിരിക്കും, അത്രേ ഉള്ളൂ. ആ, ഞങ്ങൾക്കും അമ്മയോട് അത് തന്നെ പറയാനുള്ളത്. ഇന്ദിരേട്ടൻ എന്തായാലും നാളെ എത്തും. എന്നെ വിളിച്ചിരുന്നു. ഇവിടെ നടന്നതൊക്കെ നീ അവനോട് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞോ? അവൻ പോയ പിന്നെ ഞാൻ അവനെയും വിളിച്ചിട്ടില്ല, അവൻ എന്നെയും വിളിച്ചിട്ടില്ല. അവന്റെ ഭാര്യ എന്തായാലും അവനെ അറിയിക്കാതിരിക്കില്ലല്ലോ. എന്നെ അടിച്ചു എന്ന് പറയാനുള്ള ധൈര്യമൊന്നും അവൾക്ക് കാണില്ല. അത് പറഞ്ഞാ ആ നിമിഷം അവളുമായിട്ടുള്ള ബന്ധം അവൻ അവസാനിപ്പിക്കും. എന്തായാലും ഇന്ദ്രൻ ഇങ്ങ് വരട്ടെ. എന്തൊക്കെയാണ് അവള് വളച്ചൊടിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് അറിയാലോ. അനുവേട്ടത്തി ഇന്ദിരേട്ടനെ വിളിച്ച് ഒന്നും പറഞ്ഞു കാണില്ലെന്ന എന്റെ ഒരു ഊഹം. പറയുമ്പോ തുടക്കം മുതൽ എല്ലാം പറയണമല്ലോ. ഫോണിലൂടെ അതൊക്കെ വിശദീകരിക്കാൻ പറ്റാത്തോണ്ട് അനുവേട്ടത്തി ഇന്ദിരേട്ടൻ വരാൻ കാത്തിരിക്കാവും. അവള് തുടക്കം മുതൽ ഒടുക്കം വരെ വിശദീകരിച്ച് പറയട്ടെ, എനിക്കൊരു ചുക്കുമില്ല. അവളുടെ കൈ എന്റെ മുഖത്ത് വീണു മാത്രമേ എന്റെ മോനോട് ഞാൻ പറയുള്ളൂ. അതാർക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് അനുവേടത്തി പോലും നിഷേധിച്ചില്ലല്ലോ അമ്മേ. ഒരാൾ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചാലെങ്കിലും അമ്മയ്ക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാടാ. അനന്തം മാഷിന്റെ മരുമകനായ ഇന്ദ്രൻ അയാളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയും എന്നിട്ട് മാപ്പ് പറയാൻ തയ്യാറാവുകയും ചെയ്താ അനുപമ മാപ്പ് കൊടുക്കോ? എങ്കിൽ ഞാനും അവൾക്ക് മാപ്പ് കൊടുക്കാം. എന്റെ ദൈവമേ, ഇതൊന്നും ഒരു നടക്കു തീരുന്ന ലക്ഷണമില്ല മക്കളെ. ആ, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ. ഞാൻ പോവാ. ഭാനുവമ്മ ഒന്നും കഴിക്കുന്നില്ലേ? അത്താഴം കഴിച്ചിട്ട് പോവാം. വേണ്ട മോളെ, ഞാനേ അനുവിന് കൂട്ടുകിടക്കാൻ പോവാ. അവിടുന്ന് വല്ലതും കഴിച്ചോളാം. ഞാനൊന്നും കഴിച്ചില്ലെങ്കിൽ അവളും ഒന്നും കഴിക്കില്ല. പോട്ടെ മക്കളെ. ഭാനുമ്മ ഞാൻ കൊണ്ടുവിടണോ? വേണ്ട സത്യ, കുറച്ചു ദൂരം നടക്കുന്നത് നല്ലതാ. പോട്ടെ. എല്ലാരും വിളിക്കുന്നത് കേട്ടല്ലോ. എന്താ അവിടുത്തെ പുതിയ വിശേഷങ്ങള്? അനുവിനെ വിളിച്ചപ്പോ ഇന്ദ്രൻ അവിടെ ഇല്ലാന്നാ പറഞ്ഞത്. ഏതോ റൈസ് മിൽ ഓണറുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മധുരയ്ക്ക് പോയിരിക്കുകയാണത്രേ. ഇന്ദ്രനുള്ളപ്പോ സുശീലയും അവിടെ ഒന്ന് താമസമാക്കിയിരുന്നു. ഇന്ദ്രൻ പോയപ്പോ അവരും സ്വന്തം വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ അവർക്ക്. എന്റെ മോൾക്കൊരു സഹായത്തിന് ആ സ്ത്രീ ഒരിക്കലും എത്തില്ല. സഹായത്തിന് എത്തില്ലെന്ന് മാത്രമല്ല അച്ഛാ, അനുചേച്ചിയെ ദ്രോഹിക്കാനേ ആ സ്ത്രീ ശ്രമിക്കൂ. താമസിയാതെ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നു. അതെന്താ മോളെ, അവിടെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അനുമോളാണെങ്കിൽ എന്നോടൊന്നും വിട്ടു പറയില്ല. അതുകൊണ്ട് ചോദിക്ക, നിനക്ക് വല്ലതും അറിയാമോ മോളെ? ഇല്ലച്ചാ, ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞെന്നേ ഉള്ളൂ. സുശീലാന്റിയുടെ സ്വഭാവം നമുക്കറിയാലോ. ഇന്ദ്രേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ചേച്ചിക്കെതിരെ എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി അവരിന്ദ്രേട്ടനെ വിശ്വസിപ്പിച്ചാൽ മതിയല്ലോ. ആ, പണ്ടത്തെ ഇന്ദ്രനാണെങ്കിൽ അമ്മ പറഞ്ഞതെല്ലാം വെള്ളം തൊടാതെ തന്നെ വീഴുന്നു. പക്ഷേ ഇപ്പോ അവൻ അങ്ങനെയല്ല എന്നാണ് അനുവിന്റെ വിശ്വാസം. പിന്നെ രഘുവും മമ്പിളിയും ദാസും ഒക്കെ അവളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് അവിടെ ഉണ്ടല്ലോ. അതാണ് എൻ്റെ ഒരു ആശ്വാസം. ഞാൻ എന്തായാലും നാളെ ഒന്നങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുക. ദയമോളെ ഒന്ന് തണലിൽ വെച്ച് കണ്ടതാ. ഡിസ്ചാർജ് ആയിട്ടും
അവളുടെ പേടിക്കും സ്വഭാവത്തിനും ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് രഘുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ശബരിയോ ദയോ ആരും ഫോണിൽ വിളിക്കാനും പോയില്ല. നാളെ അവിടെ പോയി അവരെ നേരിൽ കാണാം. മാഷ് നാളെ പോകുമ്പോഴേ ചീരുവിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. ഇനി അങ്ങോട്ട് എല്ലാ മാസവും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ വേണം. ശരിയാണല്ലോ. ഇപ്പൊ കുറച്ചായില്ലേ മോള് ഡോക്ടറെ കണ്ടിട്ട്? നാളെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാലോ മോളെ? പക്ഷെ ഞാനച്ഛൻ്റെ കൂടെ വന്ന 3 മക്കളെയും കൊണ്ട് ആന്റി ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ ലച്ചുമോളെയും കൂടെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അയ്യോ, ലച്ചുമോളെ എടുത്തോണ്ട് എനിക്കും നിനക്കൊന്നും ബസ്സിൽ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ടാക്സി വിളിച്ചങ്ങ് പോവാം. ഒരു ദിവസമൊക്കെ 3 മക്കളെ നോക്കാൻ എനിക്കൊരു പ്രയാസവും ഇല്ല. ചീരുമോക്ക് നാളെ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ അമ്പിളി ഇങ്ങോട്ടേക്ക് അയച്ചാലും മതി. നാളെ പോയാ ഉടനെ ഡോക്ടറെ കണ്ട് മടങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല. ചില ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും റിസൾട്ടുമായി ഡോക്ടറെ കാണേണ്ടതായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ദിവസം വരാച്ച. അച്ഛൻ നാളെ പോയിക്കോ. അത് വേണ്ട മോളെ, നമുക്ക് ഒരുമിച്ച് നാളെ തന്നെ അങ്ങ് പോവാം. സരോജിനി പറഞ്ഞ പോലെ തന്നെ അമ്പിളിയും രഘു ഇങ്ങോട്ട് വരട്ടെ. അവര് വണ്ടിയുമായിട്ട് വന്ന് സരോജിനെയും മക്കളെയും അങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാലോ. എന്താ സരോജിനി? ആയിക്കോട്ടെ മാഷെ. ചീരുമോളെ എന്തായാലും ഡോക്ടറെ കാണിക്കണം. എനിക്കതേ ഉള്ളൂ. നിങ്ങൾ ശരി, കഴിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ശരി അച്ഛാ. മോളെ, അച്ഛൻ മതി, എഴുന്നേക്കോ. മോളെ, അച്ഛൻ പോയി കിടക്കട്ടെ. മോള് രാവിലെ തന്നെ പോകാൻ തയ്യാറായിക്കോ. ശരി അച്ഛാ. ഇരിക്കാൻഡി. മോളെ, മോൾക്ക് നാളെ തന്നെ വരാൻ പറ്റിയാലേ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ എന്തായാലും നാളെ തന്നെ തിരിച്ചു വരില്ല ആന്റി. എനിക്ക് അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യങ്ങള്? അച്ഛന്റെ മുഖത്ത് നോക്കി വിനയനെ എല്ലാവരും ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അയാളെ തന്നെ ഒന്ന് നേരിട്ട് കണ്ട് ആ പരിപ്പൊന്നും ഇവിടെ വേവില്ലെന്ന് മുഖത്ത് നോക്കി പറയണം. അത്രയ്ക്കൊക്കെ വേണോ മോളെ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? പോരെ. ഇനിയും അയാളുടെ കടന്നുകയറ്റം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അയാളും ഒത്തുള്ളൊരു ജീവിതം ചീരുവിന് ഇനി ഉണ്ടാവില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ. ആ തീരുമാനം എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ സ്ഥാപിച്ചെടുത്തേ പറ്റൂ. മോളത് കഴിക്കേ.